മറ്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വിജയിച്ച പദ്ധതികളാണ് UDF പ്രകടന പത്രികയിലെന്ന് അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ. 10 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയാത്തത് ഇനി നടപ്പിലാക്കുമെന്ന് പറയുന്ന LDF പ്രകടന പത്രിക പ്രഹസനമാണ്. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പിലാക്കാൻ UDF കൃത്യമായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും 24 മണ്ഡലം ചുറ്റി മഹിളകളിൽ പങ്കെടുത്ത ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ-സ്പോൺസേർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രകടനം അതീവ ചൂടിലാണ്. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയിൽ വലിയ ഭൂരിപക്ഷത്തിൽ അരൂർ നിയോജക മണ്ഡലം തിരികെ പിടിക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നത്. അപ്പോൾ ഇതിന് ബദലായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഇങ്ങനെ ഒരു ഗ്യാരണ്ടി ഇപ്പം വന്നിരിക്കുന്നത്. അതല്ല, UDF പറയുന്നത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വന്ന് പ്രഖ്യാപിച്ച ഗ്യാരണ്ടി അത് മറ്റു സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തതാണ്. പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, വടി കയ്യിലുള്ളപ്പോൾ അടിച്ചല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്. അത് ചെയ്യാതിരുന്ന ഇടതു മുന്നണിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അവരുണ്ടാക്കുന്ന ചില പ്രഹസനങ്ങൾ മാത്രമായിട്ട് ഞാൻ ആ പ്രകടന പത്രിക കാണുന്നു. അതോടൊപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്നുണ്ട് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അത് പ്രാവർത്തികമാണോ? കാരണം KSRTC തന്നെ വലിയ നഷ്ടത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. KSRTCയെ ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികളുണ്ട്. അതൊക്കെ നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ നോക്കിക്കോ. ഇത് കർണാടകത്തിലെ ബാംഗ്ലൂരിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവിടുത്തെ ആളുകൾ കർണാടകയുടെ ധനസ്ഥിതി അല്ലല്ലോ കേരളത്തിൽ. ഇവിടുത്തെ ധനസ്ഥിതി എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്? ഇവിടുത്തെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ധനസ്ഥിതി താഴോട്ട് പോയത്. ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മാജിക് മൂവ്മെന്റ് ആയിരിക്കും UDF ഗവൺമെന്റ് എടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ഈ മണ്ഡലം നഷ്ടമായത്. അപ്പോൾ ഇനി ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ UDF പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിൽ ഒരുപാട് സ്ത്രീ വോട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും സ്ത്രീ വോട്ടർമാരെ മാറ്റി നിർത്തിക്കൊണ്ടോ സ്ത്രീ ശാക്തീകരണത്തെ സൈഡിലാക്കിക്കൊണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പൊതുപ്രസ്ഥാനത്തിന് ഇനി പോകാൻ പറ്റില്ല. മാധ്യമ മേഖലയെ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമ്മുടെ കരുതലാണ്. ജനസംഖ്യയിൽ കൂടുതലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പുത്തൻ നൂതനമായ ആശയങ്ങളും പദ്ധതികളും ഇവിടെ വരണം. ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത്, എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ ഇപ്പൊ 140 ആണല്ലോ, 70 സ്ത്രീകളും 70 പുരുഷന്മാരും. അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് എന്തുകൊണ്ട് നമ്മൾക്ക് പോകാനാവുന്നില്ല? 70 സ്ത്രീയല്ല, 71 സ്ത്രീകളും ബാക്കി പുരുഷന്മാരും നമുക്ക് എത്താൻ കഴിയണം. ആ കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല. എല്ലാ കാലത്തും പാർട്ടിക്കകത്ത് കലഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നാളുകളിലും അത് ഉണ്ടാകും. അത് ഓരോ തവണയും ഓരോരോ കാരണങ്ങൾ, അതൊരു വ്യവസ്ഥിതിയെ മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില താമസങ്ങൾ. പക്ഷെ ഒരു കാര്യം പറയാം, ഞങ്ങൾ ഇത്തവണ നിർത്തിയിരിക്കുന്ന മുഴുവൻ വനിതകളും ജയിച്ച് നിയമസഭയിൽ വരാൻ പോവാം. ഇത്തവണ മത്സരം നടക്കുന്നത് 2 വനിതാ സ്ഥാനാർത്ഥികൾ തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. അതിലൊരാൾ MLA തന്നെയാണ്. പൊതുസമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളിൽ ഞാൻ ഇടപെടും. ആ കാര്യത്തിൽ എനിക്ക് പ്രോത്സാഹനം തരുന്നവരാണ് അരൂരിലെ വോട്ടർമാർ, ആലപ്പുഴയിലെ ജനങ്ങൾ, കേരളത്തിലെ പൊതുസമൂഹം എന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾ ഈ അരൂർ തിരിച്ചു പിടിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദന ശക്തിയാണ്. അപ്പോൾ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകട്ടെ. ഈ പറഞ്ഞ പോലെ നമ്മുടെ നിയമസഭയിൽ നമുക്ക് 71 സ്ത്രീകൾ വേണം, ഒരു വനിതാ മുഖ്യമന്ത്രി. താങ്ക് യു. ഓക്കെ. അപ്പൊ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് അരൂരിലെ UDF സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.